ഇന്ത്യയിലെ സുന്ദരമായ ഒരുമയുടെ സായാഹ്നങ്ങൾ, ഉലയാത്ത സ്നേഹബന്ധങ്ങൾ, പൊൻകതിർ വിളയാടുന്ന വയലുകൾ, എവിടെയും സൗഹാർദ്ദം. ഇന്ത്യൻ ഗ്രാമത്തിലെ നിഷ്കളങ്കമായ ഭവനങ്ങൾ, അതിലേറെ സ്നേഹസമ്പന്നമായ ഇന്ത്യൻ സമർപ്പണവും ത്യാഗവും ശീലിച്ച ഇന്ത്യൻ സ്ത്രീരത്നങ്ങൾ. രാജസ്ഥാൻ മരുഭൂമിയിലെ സഞ്ചാരികൾ ആകർഷിക്കുന്ന മണ്ണ് തേച്ച കുടിലുകൾ, മറക്കാത്ത തണുപ്പ് നൽകുന്ന കുഞ്ഞു സ്വർഗ്ഗം, എല്ലാം ഒരു ചുമർ ചിത്രം പോലെ ഇന്ത്യയെ മനോഹരമാക്കി തീർക്കുന്നു. പ്രഭാതവും സായാഹ്നവും സുന്ദരമാക്കുന്ന ഇന്ത്യൻ മരുഭൂമി, ഒട്ടകങ്ങളുടെയും മരുപ്പച്ചയുടെയും വൈവിധ്യങ്ങളുടെ കലവറയായ ഇന്ത്യ. കാശ്മീർ തായ്വാരങ്ങൾ, ഹിമാചൽ പ്രദേശിന്റെ ഹിമവനങ്ങൾ, മരുഭൂമിയും കൈലാസവും ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ വ്യത്യസ്തമായ അതിലൊക്കെ പുറമെ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംഗീത ശൈലി. ബാവുൽ സംഗീതം. ഏക് താര എന്ന ഉപകരണത്തിലൂടെ ഹൃദ്യമായ ഗാനം ആലപിക്കുന്ന ബാവുൽ സംഗീത നൃത്ത കലാരൂപങ്ങൾ. ഇന്ത്യ നൽകിയ സംഭാവനയായ ഹൃദ്യമായ സിത്താർ. പക്ഷെ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇന്ന് വളരാത്തത്? സാമ്പത്തികമോ നിരക്ഷരതയോ അല്ല, അത് സ്നേഹം നശിച്ച വർഗീയതയാണ്. പശുവിന്റെ പേരിൽ എത്രയോ ജനങ്ങളെ കൊല ചെയ്യപ്പെടുന്നു. പാവപ്പെട്ട എത്രയോ അഖ്ലാഖുമാർ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഹിന്ദു മറ്റൊരു പ്രദേശത്തും മുസ്ലിം മറ്റൊരു പ്രദേശത്തും ജീവിക്കും. 2020 ശേഷം കണക്കുകൾ സൂചിപ്പിക്കുന്നു ഭയാനകമായ വർഗീയത. പ്രതീക്ഷ നശിച്ചിട്ടില്ല. മുഹമ്മദ് ദീപകുമാർ നമുക്ക് വേണ്ടി പ്രതീക്ഷ നൽകും. എത്രത്തോളം വർഗീയതയുണ്ടോ അതിനേക്കാൾ 10 മടങ്ങായി ദീപകുമാർ നമുക്ക് പ്രതീക്ഷ നൽകും. അതുകൊണ്ട് നമുക്ക് സ്വപ്നം കാണാം, ആ പഴയ ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ദീപകുമാർ നമുക്ക് നൽകുമ്പോൾ വർഗീയത ഏതെങ്കിലും ഒരു കാലത്ത് നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് നാം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു.